ഇതെന്താ ഇന്ദ്ര, നീ തനിച്ചേ ഉള്ളോ? അല്ല, ഞാൻ വിചാരിച്ചു നീ വിനയന്റെ ഇരട്ടക്കുട്ടികളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന്. ഞാനെന്തിനാ വിനയന്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? അല്ല, നീയല്ലേ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ മക്കളെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകുന്നത്. അല്ല, അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീ ഇനി അവന്റെ മക്കളെ ഏറ്റെടുത്ത് വളർത്താൻ പോവാണെന്ന്. ആ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്താൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെ ഉണ്ട്. അത് അവര് ചെയ്തോളും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ നീ എന്തിനാടാ വിനയന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ പിള്ളേരെ പിടിച്ചോണ്ട് വന്നത്? നിനക്കതിന്റെ ആവശ്യം എന്താ? എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ കാരണം നിങ്ങളാ. അനുവിന്റെ വീട്ടിൽ നിന്ന് ആ കുട്ടികളെ കടത്തിക്കൊണ്ട് പോവാൻ ആ വിനയന് സൗകര്യം ചെയ്തു കൊടുത്ത നിങ്ങളല്ലേ? എന്നും ഈ കുടുംബത്തോടൊപ്പം നിന്ന ഭാനുമ്മയോട് ഇത്ര മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റി? ആ പാവം അതും പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുക. ആനന്ദമാഷ് ഏറ്റെടുത്ത കുട്ടികളെ വീണ്ടും വിനയന്റെ കയ്യിലേക്ക് എത്തിക്കാൻ അമ്മയ്ക്ക് എന്തായിരുന്നു ഇത്ര താല്പര്യം? ഏതവന്റെ കൂടെ കൂടിയിട്ടാണെങ്കിലും മാഷിനെയും കുടുംബത്തെയും ഉപദ്രവിക്കാൻ മാത്രമാണ് അമ്മയുടെ ലക്ഷ്യം. ഈ ആനന്ദമാഷ് എന്ന് പറയുന്ന ആളെ അത്ര വലിയ പുണ്യാളനൊന്നും അല്ല. അല്ലെങ്കിൽ അയാൾ ഈ കിടപ്പ് കിടക്കോടാ. അയാളിനി പഴയതുപോലെ എഴുന്നേറ്റ് വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ വിനയൻ അവന്റെ പിള്ളേരെ എടുത്തോണ്ട് പോയത്. അത് തടയാൻ ശ്രമിച്ച ഭാനുമ്മയെ ഞാൻ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാ. ആ സമയത്ത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിലേ വിനയൻ ഭാനുമ്മയുടെ നെഞ്ചത്തോടി വണ്ടി കയറ്റി പോയനെ. പിന്നെ ഇന്ദ്ര, നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. വിനയൻ അവന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് നിനക്കെതിരെ കേസ് കൊടുക്കാനിടയുണ്ട്. അവന്റെ വീടിന് മുമ്പിൽ പുതുതായി വെച്ച CCTV-യിൽ അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ടെന്നാ അവൻ പറഞ്ഞത്. അവനോട് അങ്ങനെയാണെങ്കിൽ കൊണ്ടേ കേസ് കൊടുക്കാൻ പറ. എങ്കിലേ അവന്റെ കയ്യിലിരിക്കുന്ന ചീരുവിന്റെ ഇളയ കുഞ്ഞിനെ കൂടി ഞാനും അനുവും കൂടെ പോയി ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ, നിനക്കെന്തിനാ അവന്റെ പിള്ളേര്? നിനക്കൊരു മകനുണ്ടല്ലോ, അത് പോരെ? ദേ, വെറുതെ വേണ്ടാത്ത കാര്യത്തിനൊന്നും പോയി തലയിടണ്ട. ആ വിനയനൊരു വരതെറ്റിയവനാണെന്ന് നിനക്കറിയാലോ. പണ്ടേ സത്യനും ചീരുവും തമ്മിൽ രഹസ്യബന്ധം ഉണ്ടെന്നും പറഞ്ഞ് നടക്കുന്നവനാ അവൻ. ഇനി അവന്റെ മക്കളെ തൊട്ട് കളിച്ചാലേ ആ ഇരട്ടക്കുട്ടികളെ ദേ സത്യന്റേതാണെന്ന് പറയാൻ പോലും അവൻ മടിക്കില്ല. മാറണം. ഇന്ദ്രൻ അതൊക്കെ കേട്ട് പേടിച്ചു പോയോ? ഇതൊക്കെ വിനയം പോലും ഉപേക്ഷിച്ച നമ്പറുകളാ. നമ്മുടെ അമ്മേ അത്യാവശ്യം വന്നപ്പോ പൊടിതട്ടി എടുത്തുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന സത്യം എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ അമ്മയ്ക്ക് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു ദിവസം വേദനിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഇന്നിവിടെ ഉണ്ടായൊരു സംഭവം അറിഞ്ഞപ്പോ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നി. എന്താടാ? സോന അരി അടുപ്പത്ത് വെച്ച് മറന്ന് കുളിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അരി തിളച്ചു മറിഞ്ഞ് അടുപ്പണഞ്ഞു. ഗ്യാസ് മണക്കുന്ന അറിഞ്ഞ് പുള്ളിക്കാരൻ പോയി സ്റ്റൗ അണച്ച് വലിയൊരു അപകടം ഒഴിവാക്കി. പക്ഷേ അത് കണ്ടുകൊണ്ട് വന്ന നമ്മുടെ അമ്മ ഭക്ഷണം കട്ടുതിനാ വന്നെന്ന് ആരോപിച്ച് ആ മനുഷ്യന്റെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിച്ചു. എന്തോ ഈ ഒരു കാര്യത്തിൽ സോനയ്ക്കും ചെറിയ മനസ്താപമുണ്ട്. തെറ്റ് അവളുടെ ഭാഗത്തായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മാത്രം അവൾ എന്നോട് മനസ്സ് തുറന്നു. അല്ലെങ്കിൽ ഇതാരും അറിയുമായിരുന്നില്ല. അല്ല, അത് ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഇത്രയും സമയം അമ്മ പുറത്തുള്ള ഓരോ ജോലി ചെയ്യിക്കുമായിരുന്നു. കുളിക്കോ മറ്റോ ആവും. അടിമപ്പണിയും പട്ടിണിയും, ഇപ്പോ ചെയ്യാത്ത തെറ്റിന് ശിക്ഷയും, ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കറിയാം?
മിണ്ടാത്തത്? നിന്റെ അമ്മയോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല.